അങ്ങനെ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം 3 ഇസ്രായേലി ബന്ദികളെ ഇസ്രായേലിന് ഹമാസ് കൈമാറുകയും പകരം നൂറുകണക്കിന് ഫലസ്തീനികളെ ഇസ്രായേലി ജയിലിൽ നിന്നും മോചിതരാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗസയിലെങ്ങും വലിയ ആഘോഷ പ്രകടനങ്ങൾ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുള്ളത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള ഇത്രയും വലിയ അതിഭീകരമായ ഇസ്രായേലി അമേരിക്കൻ ആക്രമണങ്ങളെ എല്ലാ രീതിയിലും അതിലംഘിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് ഫലസ്തീൻ ജനത ഇന്ന് ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. നേരത്തെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ബന്ദികളെ കൈമാറുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലി ജയിലിൽ നിന്നും ഫലസ്തീനികളെ മോചിപ്പിക്കുമ്പോൾ എവിടെയും ആഘോഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇന്ന് ഗസയിലെ കാഴ്ചകൾ നോക്കി മനസ്സിലാക്കുമ്പോൾ അവിടെയെങ്ങും ഇന്ന് ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഒരു മനുഷ്യനായ ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്രയും അതിഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടും ഇപ്പോഴും ഫലസ്തീനികൾ അവരുടെ വിജയം ആഘോഷിക്കുന്നതിന്റെ സൂചനയാണ്. വലിയൊരു ചോദ്യചിഹ്നമാണ് ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഉയരുന്നുള്ളത്. 1.5 വർഷത്തെ വലിയ രീതിയിലുള്ള ഗസ അധിനിവേശം കൊണ്ട് ഹമാസിനെ ഏതെങ്കിലും രീതിയിലുള്ള ഇല്ലാതാക്കലുകൾക്ക് സൈനിക നടപടികളിലൂടെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതാണ് ഇപ്പോൾ ഫീൽഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ അംഗങ്ങൾ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. അതായത് കൃത്യമായിട്ട് 1.5 വർഷത്തെ വലിയ അധിനിവേശത്തിന് ശേഷവും ഇസ്രായേലി സേന ഗസയിൽ നിന്നും പിന്മാറുമ്പോൾ ആ നിമിഷം തന്നെ തങ്ങളുടെ അംഗങ്ങൾ തങ്ങളുടെ ആളുകൾ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോലും സജ്ജമാകുന്ന രീതിയിലാണ് ഹമാസും ഇപ്പോഴും ഉള്ളത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. യഹ്യ സിൻവറിനെയും ഇസ്മായിൽ ഹനിയെയും അടക്കമുള്ള നേതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടും ഏതെങ്കിലും രീതിയിലുള്ള പോറലേൽപ്പിക്കാൻ ഇസ്രായേലിന് ഹമാസിനെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ ഏട് എന്നുള്ളത് അത് ഹമാസിന്റെ പേരിൽ കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അമേരിക്കൻ ഇസ്രായേലി കക്ഷികൾ അവരുടെ ടെറർ ഓർഗനൈസേഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹമാസ് എന്നുള്ള ഫലസ്തീൻ വിമോചന പോരാട്ട സംഘടന ഇപ്പോഴും ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് അവരെ ഇരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കേണ്ട ഗതികേടിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തിയിരിക്കുകയാണ്. അത് വലിയൊരു സൂചനയാണ് നൽകുന്നുള്ളത്. ഈ 1.5 വർഷത്തെ അധിനിവേശത്തിന് ശേഷവും ഹമാസ് ഇപ്പോഴും ഗസയിൽ സജീവമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഇസ്രായേലി തിരിച്ചാക്രമണങ്ങൾ ഇനിയും ഉണ്ടായാൽ തങ്ങൾ അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമാണ് അബൂ ഉബൈദ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾക്കിടയിൽ ഏറ്റവും വലിയ ഒരു പിന്തുണ കിട്ടുന്ന ഒരു വിഭാഗമായിട്ട് ഇപ്പോൾ ഹമാസ് മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ അറബ് മേഖലയിൽ ഒന്നാകെ വലിയൊരു മേധാവിത്വം ഈ ഒരു ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഹമാസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു സൂചനയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് യഹ്യ സിൻവർ അടക്കമുള്ള ആളുകളുടെ ഒരു പദ്ധതിയുടെ ബാക്കി പത്രമാണ് തൂഫാനുൽ അക്സ എന്നുള്ളത്. അവർ കൃത്യമായിട്ട് യഹ്യ സിൻവർ അടക്കമുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത്, അവർ പറഞ്ഞിരുന്നത് ഫലസ്തീനിലെ ഇസ്രായേലി ജയിലുകളിൽ നരകയാതന അനുഭവിക്കുന്ന ഫലസ്തീനികൾക്ക് മോചനം വേണമെങ്കിൽ, ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം ഉണ്ടാവണമെങ്കിൽ, അവിടുത്തെ മോചനം സാധ്യമാകണമെങ്കിൽ ഇസ്രായേലികളെ നമ്മൾ ബന്ദികളായി പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ബന്ദികളായി പിടിക്കപ്പെട്ട് സന്ധി സംഭാഷണം നടത്തി അത്തരം കാര്യങ്ങളിലൂടെ ബാർഗൈനിങ്ങിലൂടെ മാത്രമാണ് ഇസ്രായേലി ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള ഫലസ്തീനികൾക്ക് മോചനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിശ്വാസമുള്ള ആളായിരുന്നു യഹ്യ സിൻവർ അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ശക്തിയുടെ ഭാഷ മാത്രമേ മനസ്സിലാവൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹം എന്ന നിലക്ക് ഫലസ്തീനികൾക്ക് ഈ ഒരു തൂഫാനുൽ അക്സ നൽകിയ അതിജീവന പോരാട്ടത്തിന്റെ കരുത്ത് വളരെ വലുതാണ്. ഇപ്പോൾ മോചിപ്പിക്കപ്പെടുന്നതിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ലിബറേഷൻ ഫലസ്തീൻ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് സംഘടനയിൽ നടക്കമുള്ള ആളുകൾ ഈ ഒരു മോചന ശ്രമത്തിലൂടെ മോചിപ്പിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അവരുടെയൊക്കെ ആളുകളെ ഇസ്രായേൽ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടച്ചിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫതഹിന്റെയും
പോപ്പുലർ ലിബറേഷൻ ഫോർ ഫലസ്തീന്റെയും അടക്കം ആളുകൾ ഇപ്പോൾ മോചിതരാകുമ്പോൾ അതിൻ്റെയൊക്കെ ആകത്തുകയായ ക്രെഡിറ്റ് പോകുന്നുള്ളത് ഹമാസിനാണ്. അതുകൊണ്ട് ഹമാസ് മുമ്പോട്ട് വെച്ചിട്ടുള്ള വലിയ ആവശ്യങ്ങൾ, വലിയ പദ്ധതികൾ അത് ലക്ഷ്യത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. 1.5 വർഷത്തെ വലിയ രീതിയിലുള്ള ഇസ്രായേലി ആക്രമണങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും അടക്കം കൊന്നുകൊണ്ട് വലിയ രീതിയിലുള്ള നരകയാതന ഫലസ്തീനികൾക്ക് വിധിച്ചപ്പോൾ പോലും അവർ ഒരു രീതിയിലും പിന്നോട്ട് പോവാൻ തയ്യാറായിട്ടില്ല. ഹമാസിനെ ഏതെങ്കിലും രീതിയിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കി അവരെ കീഴ്പ്പെടുത്താമെന്നുള്ള ഇസ്രായേലി വ്യാമോഹങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴ് ഒരു ബന്ദി കൈമാറ്റ കരാറിന്റെ ആദ്യഘട്ടം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിലുള്ള പ്രധാനപ്പെട്ട വിശേഷം എന്നുള്ളത് ബെൻ ഗവിർ അടക്കമുള്ള ആളുകൾ ഇസ്രായേലിന്റെ മന്ത്രിയായ ബെൻ ഗവിർ അടക്കമുള്ള ആളുകൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. ഈ ഒരു സീസ്ഫയർ സമാധാന കരാർ ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർ അവരുടെ പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനും അവരുടെ സർക്കാരിനും മറ്റു വഴികളൊന്നുമില്ല. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഹമാസുമായിട്ടുള്ള ഈ ഒരു അനുരഞ്ജനത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അവസാനം മനസ്സിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പിന്തുണ കുറഞ്ഞു വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഹൂത്തികളുടെ ചെങ്കടൽ ഉപരോധവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരേ സമയത്ത് അഭിമുഖീകരിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഗസയിലെ ചെറുത്തുനിൽപ്പുകളും അവരെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഏതായാലും ഇവരു തൂഫാനുൽ അക്സക്ക് ശേഷം ഉണ്ടായ ഇവരൊരു യുദ്ധത്തിന്റെ അവസാനം എന്നുള്ളത് വീണ്ടും ഗസയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഹമാസ് തന്നെ അവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതായത് ഗസയുടെ പുനർനിർമ്മാണമാണോ അല്ലെങ്കിൽ ഗസയുടെ ഭാവി കാര്യങ്ങൾ എന്താണോ അത് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതികളിലേക്ക് കടക്കാൻ ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ കഴിയില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സിറിയയിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും കണ്ട പോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗങ്ങൾ അവിടുത്തെ പിൻവാങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ അവിടുത്തെ ഭരണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ മറ്റു ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമാന അവസ്ഥയാണ് ഇപ്പോൾ ഗസയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേലി സേനയുടെ ചെറിയ പിന്മാറ്റം ഉണ്ടാവുമ്പോൾ തന്നെ അവിടെ ഹമാസ് സജീവമാകുന്നു. അവിടങ്ങളിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഹമാസ് അവിടുത്തെ ബന്ദികളെ അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ മറ്റു സംവിധാനങ്ങളെയൊക്കെ ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ആഗ്രഹിച്ചത് എന്താണോ അതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്. ഗസയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വീണ്ടും ഹമാസിന്റെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. എന്നാൽ ആ സംശയങ്ങൾക്ക് പോലും പ്രസക്തിയില്ലാത്ത രീതിയിൽ ഇന്നത്തെ ദിവസം പോലും ഇസ്രായേലി സേന പിന്മാറുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇത്തരം ഒരു പിന്മാറ്റം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവിടുത്തെ തെരുവീതികളിൽ വീണ്ടും ഹമാസ് നിറയുകയാണ്. അതായത് ഹമാസിന്റെ അംഗങ്ങൾ അവിടെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യം ഇപ്പോഴും ഗസയിൽ ഇത്തരം ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1.5 വർഷത്തെ ഇസ്രായേലിന്റെ വലിയ അധിനിവേശം കൊണ്ട് ഹമാസിന് ഏതെങ്കിലും രീതിയിലുള്ള പോറേൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അവരുടെ നിരവധി നേതാക്കളെ കൊലപ്പെടുത്തി എന്നല്ലാതെ, അവരുടെ നിരവധി അംഗങ്ങളെ കൊലപ്പെടുത്തി എന്നല്ലാതെ, പക്ഷേ അതിന് പകരം റിക്രൂട്ട്മെന്റായും അല്ലെങ്കിൽ പകരം പുതിയ നേതാക്കളായും അവർ വീണ്ടും ഗസയിൽ സജീവമാകുകയാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഹമാസിന് ഈ ഒരു അറേബ്യൻ നാടുകളിൽ കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഇസ്രായേലും അമേരിക്കയും ഇനി എന്ത് തന്ത്രമാണ് പ്രയോഗിക്കാൻ പോകുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അത് ഇസ്രായേലിനും അമേരിക്കക്കും ഒട്ടും അനുകൂലമല്ല. ഇത്തരം ഒരു സമാധാന കരാർ ഹമാസ് ആദ്യ ദിവസം ആവശ്യപ്പെട്ട ഇസ്രായേലി സേനയുടെ പിന്മാറ്റമടക്കം അല്ലെങ്കിൽ ഗസയിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റമടക്കം ഗസയിലേക്കുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതടക്കം അവിടേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് അവർക്ക് കടക്കേണ്ടി വന്നു. അതായത് ഈ തുഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം 1-ാം ദിവസത്തെ ഹമാസിന്റെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ. ആ ആവശ്യങ്ങളിലേക്ക് അംഗീകരിക്കാൻ തയ്യാറാവേണ്ടി വന്നിരിക്കുകയാണ് ഇസ്രായേലിന്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് മോചിപ്പിക്കപ്പെടുന്ന മുഴുവൻ ബന്ദികളുടെയും ഫോട്ടോയും വിവരങ്ങളും തങ്ങൾക്ക് നൽകണമെന്നാണ്. പക്ഷെ ഹമാസ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇങ്ങനെയാണ്: ഓരോ ആളുകളെയും മോചിപ്പിക്കുന്ന മുറയ്ക്ക് അവരെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ്. ഇന്ന് ആദ്യഘട്ടത്തിൽ
3 സ്ത്രീകളെയാണ് മോചിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് പകരം നിരവധി ഫലസ്തീൻ ബന്ദികളെ ഇസ്രായേലി ജയിലിൽ നിന്നും നിരവധി ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഇത് കടക്കുകയാണ്. അതായത് ഹമാസ് മുൻപോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇസ്രായേലിന് അംഗീകാരം നൽകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ വിചാരിച്ചിരുന്നത് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് ഗസയെ പൂർണ്ണമായിട്ടും നിലംപരിശരാക്കി ഇല്ലാതാക്കി അവിടുത്തെ മനുഷ്യരൊക്കെ കൊന്നൊടുക്കി ഹമാസിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാമെന്നുള്ള സൈനിക നടപടിയിലൂടെ ഹമാസിനെ ഇല്ലാതാക്കാമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇസ്രായേലി അമേരിക്കൻ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതിനുവേണ്ട എല്ലാ ആയുധ സംവിധാനങ്ങളും എല്ലാ യുദ്ധ സംവിധാനങ്ങളും യുദ്ധ സാമഗ്രികളും യുദ്ധവിമാനങ്ങളും ഇങ്ങനെ തുടങ്ങിയ സർവ്വ ആയുധങ്ങളും അവരുടെ കയ്യിൽ സജ്ജമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇസ്രായേൽ ഗസയിലേക്ക് അധിനിവേശം തുടങ്ങിയത്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങളോട് തുടങ്ങിയ അധിനിവേശം അതിന്റെ സംഹാര താണ്ഡവമാടി ഇപ്പോഴ് എത്തി നിൽക്കുന്ന സാഹചര്യം എന്നുള്ളത് ആ സംഹാര താണ്ഡവ മാടലുകൾക്ക് ശേഷം വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾക്കും ആക്രമണങ്ങൾക്കും ശേഷം മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന അവരുടെ ചിന്താശേഷിയുടെ പരിധിക്കപ്പുറമുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ട് പോലും പൂർണ്ണമായിട്ടും ഗസയെ കീഴടക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ മനുഷ്യർ പൊരുതി നിൽക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളോടൊപ്പം അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് എത്ര അംഗങ്ങളെ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും ആളുകളെ പകരം റിക്രൂട്ട് ചെയ്യാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഹമാസിന് സൈനിക ശേഷി എത്രത്തോളം ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടോ അതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഈ ഒരു ആക്രമണങ്ങൾക്ക് ഇപ്പോൾ അവസാനം ഉണ്ടാവേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഖത്തർ എന്ന മധ്യസ്ഥ രാജ്യവും ഈജിപ്തിന്റെ ഇടപെടലും ഒക്കെയാണ് ഈ സമാധാന കരാർ ഉണ്ടാക്കുന്നതിന്റെ മറ്റു കാരണങ്ങളൊന്നുള്ളത്. ഖത്തർ എന്ന അറേബ്യൻ രാജ്യം എല്ലാ സമയത്തും ഫലസ്തീൻ ജനതയ്ക്കും അവിടുത്തെ ജനവിഭാഗങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകിയ ഒരു അറേബ്യൻ രാജ്യമാണ്. മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി ഇത്തരമൊരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് എല്ലാ സമയത്തും അവർ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നടപടികൾ ഉണ്ടാവുമ്പോൾ ആ ഒരു രാജ്യത്തെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല. നേരത്തെ ഈ ഒരു തുഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്നുള്ളത് ലോകക്രമത്തിലെ വലിയ മാറ്റമാണ്. ഇസ്രായേലി അമേരിക്കൻ മേധാവിത്വം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. യമനിലെ ഹൂത്തികൾ ചെങ്കടൽ പൂർണ്ണമായിട്ടും അടക്കി ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അമേരിക്കൻ യുദ്ധക്കപ്പലടക്കം അവർ ലക്ഷ്യം വെച്ചു. വലിയ രീതിയിലുള്ള ഹൈപ്പർസോണിക് വിമാനങ്ങൾ ചെങ്കടലിൽ അവർ അമേരിക്കൻ വിമാനങ്ങളെ ലക്ഷ്യമാക്കി പറത്തി. ടെൽ അവീവിലേക്ക് അവരുടെ ഹൈപ്പർസോണിക് വിമാനങ്ങൾ 2000 കിലോമീറ്ററുകൾ താണ്ടി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹൂത്തികൾ എന്ന യമനിലെ സായുധ വിഭാഗം ഈ ഒരു പോരാട്ട സമയത്ത് ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകിയത് വളരെ വലിയൊരു രീതിയിലുള്ള പിന്തുണയാണ്. അത് ഈ ഒരു പോരാട്ടമുഖത്തിന്റെ വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഈ കരാർ ലംഘനങ്ങൾ ഉണ്ടായാൽ തുടർന്നും ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് കടക്കുമെന്നാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൂത്തികൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ നിലവിൽ ഹമാസും അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങളുമായിട്ടും അവിടുത്തെ ആക്രമണവുമായിട്ടും ഇസ്രായേൽ സമാധാന കരാർ ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ഈ ഒരു ആക്രമണവും അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടലുകളും ഒഴിവാക്കുന്നു. ഞങ്ങൾ താൽക്കാലികമായി നിശബ്ദതയിലേക്ക് മാറുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള കരാർ ലംഘനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ തുടർന്നും ഞങ്ങൾ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും സംഘർഷത്തിൽ ഏർപ്പെടുമെന്നുള്ള നിലപാടാണ് ഹൂത്തികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഈ ഒരു യുദ്ധങ്ങളിലേക്ക് തുടർന്ന് ഇസ്രായേൽ കടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇസ്രായേൽ അമേരിക്കയും ഇനി മറ്റേതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് വന്നാൽ അവിടെ യമനിലെ ഹൻസാറുള്ളയും അല്ലെങ്കിൽ ലെബനനിലെ ഹിസ്ബുള്ളയും അല്ലെങ്കിൽ മറ്റുള്ള പോരാട്ട ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളും മറുഭാഗത്തും റെഡിയായി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തിരിച്ചടിയാണ് ഈ ഒരു 1.5 വർഷത്തെ തൂഫാനുൽ അക്സയ്ക്ക് ശേഷമുള്ള യുദ്ധം മൂലം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുതൽ അവിടുത്തെ
മറ്റു സാമ്പത്തിക സംവിധാനങ്ങൾ മുതൽ അവിടെ ആ രാജ്യത്തെ പൗരന്മാർ ആ രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം നാടുകളിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇത് എത്തപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ സാഹചര്യങ്ങൾ, അതുകൂടാതെ തന്നെ ആഭ്യന്തരമായ വലിയ പ്രശ്നങ്ങൾക്കും അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കരാറിലേക്ക് എത്തിയത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്രായേലിലുള്ള മുഴുവൻ ജനവിഭാഗവും അവിടെ യുദ്ധം ആഗ്രഹിക്കുന്ന ജനങ്ങളല്ല. അവർ സമാധാനകാംക്ഷികളായ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. സമാധാനപരമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് വലിയ രീതിയിലുള്ള ആഗ്രഹമുള്ള ജനങ്ങൾ അവിടെയുണ്ട്. സമാധാനകാംക്ഷികളായ ആളുകൾ ഒരു രീതിയിലുള്ള സംഘർഷമോ യുദ്ധമോ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കപ്പെടണമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ജനത ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാൽ, ആ ഒരു രീതിയിൽ ആഭ്യന്തര സംഘർഷങ്ങളാൽ കൂടി ഇസ്രായേൽ വലയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോഴ് ഇത്തരം ഒരു കരാറിലേക്ക് കടക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും അതോടൊപ്പം തന്നെ അവർക്ക് പിന്തുണ നൽകുന്ന മുഴുവൻ കക്ഷികളും ഇപ്പോൾ താൽക്കാലികമായിട്ട് അവരുടെ പിന്തുണ കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഗസയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഈ ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുഫാൻ അക്സ തുടങ്ങി ഈ 1.5 വർഷത്തെ ഈ സംഘർഷം അവസാനിക്കുമ്പോൾ ഗസയിൽ ഇപ്പോഴും ഭാഗിയാവുന്നത് ഹമാസിന്റെ ആളുകളും ഹമാസ് എന്നുള്ള സംഘടനയും കൂടിയാണ്. ഇസ്രായേലിലും അമേരിക്കയും ലക്ഷ്യം വെച്ച സൈനിക നടപടിയിലൂടെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും പോലും നേടാതെയാണ് അവർ ഈ യുദ്ധത്തിലെ സമാധാന കരാറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി തുടർന്നും വലിയൊരു സംഘർഷങ്ങളിലേക്ക് അവർ പോകുമോ എന്നുള്ള ചോദ്യത്തിന്, അങ്ങനെ പോയാൽ വിവിധ തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് സംഘടനകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർന്നും ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള ലോകത്തിലെ വൻ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ തുടർന്നും അവർക്ക് ആത്മവിശ്വാസത്തോടെ അതിനെ ചെറുക്കാൻ ഈ ഒരു തുഫാൻ അക്സയുടെ ഈ ഒരു ഇസ്രായേലിനെതിരെയുള്ള ഈ ഒരു കരാറിൽ ഉണ്ടാക്കുന്നതിലൂടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഗസയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹമാസ് എന്നുള്ള സംഘടന കൂടിയാകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല.